ഇതാണ് USS ജെറാൾഡ് ആർ ഫോർഡ് അഥവാ CVN-78 എന്ന അമേരിക്കൻ നേവിയുടെ യുദ്ധവിമാന വാഹിനി കപ്പൽ അഥവാ എയർക്രാഫ്റ്റ് കരിയർ ഷിപ്പ്. ഇതുവരെ ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജികളും ഉപയോഗിച്ചിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കരിയർ കൂടിയാണിത്. ഈ കപ്പലിന് ഏകദേശം 1100 അടി നീളവും 20 നില കെട്ടിടത്തോളം ഉയരവുമുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാരം ഏകദേശം 1,00,000 ടണ്ണിനടുത്താണ്. മൊബൈൽ ഫോർട്രസ് ഓഫ് ദ സീ അഥവാ സഞ്ചരിക്കുന്ന സൈനിക താവളം എന്നാണ് ഈ കപ്പലിനെ വിശേഷിപ്പിക്കാറുള്ളത്. 75ലധികം വിമാനങ്ങളെ വഹിക്കാനും 2 ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാനും ഏകദേശം 4500ഓളം പേരുള്ള ഒരു സൈനിക സംഘത്തെ ഉൾക്കൊള്ളാനും കൂടാതെ 20 വർഷത്തോളം റീഫ്യൂവലിംഗ് ആവശ്യമില്ലാതെ ഈ കപ്പലിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുകൊണ്ടൊക്കെ തന്നെ ഈ കപ്പലിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളോ അപകടങ്ങളോ സംഭവിക്കുക എന്ന് പറയുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നതാണ് വസ്തുത. അത്തരത്തിൽ ഈ കപ്പലിനെ കുറിച്ച് നിങ്ങൾ ഇന്റർനെറ്റിലും മറ്റും റിസർച്ച് ചെയ്താൽ ഈ കപ്പൽ ഭീമൻ കൊടുങ്കാറ്റുകളിലും മറ്റും അകപ്പെടുന്നതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ആർട്ടിക്കിളുകളും മറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ വളരെ പ്രചാരണത്തിലുള്ള ഈ കപ്പലിൻ്റെ അപകടത്തെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കപ്പൽ കൂടുതലും പ്രവർത്തിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഈ പ്രദേശം പ്രവചിക്കാൻ പോലും കഴിയാത്ത കാലാവസ്ഥ കൊണ്ടും കൊടുങ്കാറ്റുകൾ കൊണ്ടും കുപ്രസിദ്ധി ആർജിച്ചതാണ്. ഈ സമുദ്രഭാഗത്ത് കൊടുങ്കാറ്റുള്ളപ്പോൾ കാറ്റിന് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. ആ സമയങ്ങളിൽ ഈ കപ്പലുകളിലെ FA-18 സൂപ്പർ ഹോർനെറ്റ് പോലുള്ള എയർക്രാഫ്റ്റുകളെ ഭാരമുള്ള ചങ്ങലകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി കെട്ടിയിടുകയാണ് ചെയ്യാറുള്ളത്. കൂടാതെ ഇത്തരത്തിലുള്ള വിമാനവാഹിനി കപ്പലുകളിൽ മിന്നൽ സംരക്ഷണ സംവിധാനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാകും. എങ്കിലും എയർക്രാഫ്റ്റ് കരിയർ ഷിപ്പുകൾ ഈ സമുദ്രഭാഗത്ത് പതിവായി പരിശീലന ദൗത്യങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. ഉയർന്ന കൊടുങ്കാറ്റുകളിലും തിരമാലകളിലും യുദ്ധവിമാനങ്ങൾ എങ്ങനെ സുരക്ഷിതമായി ടേക്ക് ഓഫ് ചെയ്യണം, ലാൻഡ് ചെയ്യണം എന്നതൊക്കെ ഈ സമുദ്രമേഖലയിൽ വെച്ച് പരിശീലിക്കാറുണ്ട്. അതിനാൽ തന്നെ ഈ കപ്പലിലെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ അത്യാധുനിക റഡാറും സാറ്റലൈറ്റ് വിവരങ്ങളും ഉപയോഗിച്ച് കൊടുങ്കാറ്റുകളോ ന്യൂനമർദ്ദങ്ങളോ പോലുള്ള അപകടങ്ങളെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. എങ്കിലും അപ്രതീക്ഷിതമായ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാൽ കപ്പലിലെ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ശരിയായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അവ അപകടത്തിലാകാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്റർനെറ്റിൽ ഈ കപ്പലിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു ഒക്ടോബർ മാസത്തിലെ ഉച്ചതിരിഞ്ഞ സമയത്ത് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ USS ജെറാൾഡ് ആർ ഫോർഡ് കപ്പൽ സഞ്ചരിക്കുകയായിരുന്നു അത്രേ. എന്നാൽ ആ സമയത്താണ് കപ്പലിന്റെ റഡാറിൽ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതിന്റെ സിഗ്നൽ ലഭിക്കുന്നത്. ആദ്യം ജീവനക്കാർ അതത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. എന്നാൽ രാത്രി ആയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം മാറിമറിയുകയായിരുന്നു. അതായത് മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ആഞ്ഞുവീശി കപ്പലിലേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കടലാകെ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോഴാണ് 85 അടിയോളം ഉയരത്തിലുള്ള കൂറ്റൻ തിരമാല കപ്പലിലേക്ക് ആഞ്ഞടിക്കുന്നത്. ആ സമയം 2 യുദ്ധവിമാനങ്ങൾ കടലിലേക്ക് തെറിച്ചു വീഴുകയും കപ്പൽ അപകടകരം വിധം ചെരിയുകയും ചെയ്യുകയായിരുന്നു അത്രേ. തുടർന്ന് കപ്പലിലെ ആശയവിനിമയ സംവിധാനങ്ങളും നിലക്കുകയായിരുന്നു. മിനിറ്റുകൾക്കകം രണ്ടാമതും ശക്തിയായി തിരമാലകൾ കപ്പലിലേക്ക് ആഞ്ഞടിക്കുകയും യുദ്ധക്കപ്പലിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും ചെയ്തു. എന്നാൽ കപ്പലിലെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട് കപ്പൽ കടലിലേക്ക് മറിഞ്ഞ് മുങ്ങിയിരുന്നില്ല. മണിക്കൂറുകളുടെ കടലാക്രമണത്തിനൊടുവിൽ കൊടുങ്കാറ്റ് നിലക്കുകയായിരുന്നു. ഇതിലൂടെ എയർക്രാഫ്റ്റുകൾക്കടക്കം കോടികളുടെ നാശനഷ്ടങ്ങളാണ് യുദ്ധക്കപ്പലിന് സംഭവിച്ചതെന്നാണ് പല ആർട്ടിക്കിളുകളും വീഡിയോകളിലും നമുക്ക് കാണാൻ സാധിക്കുക. സത്യത്തിൽ ഈയൊരു സംഭവത്തിന് കൃത്യമായ അടിസ്ഥാനമോ അമേരിക്കൻ നേവിയുടെ സ്ഥിരീകരണമോ ഇല്ലെങ്കിലും വലിയ കൂറ്റൻ കപ്പലുകളും കാർഗോ ഷിപ്പുകളും യുദ്ധക്കപ്പലുകളും മറ്റും കൂറ്റൻ തിരമാലകളിൽ ആടി ഉലഞ്ഞിട്ടും കടലിൽ മുങ്ങിപ്പോകാതെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആർത്തിരമുന്ന കടൽ തിരമാലകൾക്ക് മുകളിലൂടെ മുങ്ങാതെ വലിയ കാർഗോ ഷിപ്പുകളും മിലിറ്ററി ഷിപ്പുകളൊക്കെ കടന്നു പോകുന്നതിൻ്റെ കാരണം കപ്പലുകളുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ തന്നെയാണ്. കേൾക്കുമ്പോൾ ഇതാണോ കാര്യം എന്ന് തോന്നുമെങ്കിലും പറയുന്നത് പോലെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്നുള്ളതാണ് സത്യം. കപ്പലുകൾ കടലിലൂടെ പോകുമ്പോൾ കൂറ്റൻ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ നേരിടേണ്ടി വരുമെന്ന് ഷിപ്പ് എഞ്ചിനീയേഴ്സിന് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അതിനാലാണ് കപ്പലുകളിൽ ഇവർ പ്രത്യേക ഷിപ്പ് സ്റ്റെബിലിറ്റി സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഷിപ്പ് സ്റ്റെബിലിറ്റി സിസ്റ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പറയാം. ഈ ഷിപ്പ് സ്റ്റെബിലിറ്റി ഡിവൈസുകളിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ബിൽജ് കീൽസ് എന്നൊരു ടൂൾ.
ഇത് കപ്പലിൻ്റെ വശങ്ങളിൽ കാണുന്ന നീണ്ട മെറ്റൽ ഫിന്നുകൾ പോലെയാണ് കാണപ്പെടുക. കപ്പൽ വേഗത്തിൽ പോകുമ്പോൾ ഈ ഫിന്നുകൾ കപ്പലിനെ സ്റ്റഡിയാക്കി നിർത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സിസ്റ്റമാണ് ആൻറ്റി റോളിംഗ് ടാങ്ക് എന്ന സിസ്റ്റം. കപ്പൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുമ്പോൾ കപ്പലിനെ നേരെ നിർത്താൻ സഹായിക്കുന്ന സിസ്റ്റമാണിത്. ഇത് കപ്പലിൻ്റെ വീതിയിൽ കുറുകെയായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക. കപ്പൽ ചെരിയുന്ന സമയത്ത് ഈ ടാങ്കിൻ്റെ ഉള്ളിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ഇത് കപ്പലിൻ്റെ റോളിംഗ്, അതായത് കപ്പൽ ഇരുവശങ്ങളിലേക്കും ആടുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ 2 തരത്തിലുണ്ട്. ഒന്ന് ആക്റ്റീവ് ടാങ്കും മറ്റൊന്ന് പാസീവ് ടാങ്കും. ആക്റ്റീവ് ടാങ്കുകൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ഇതിൽ വെള്ളം നീക്കാൻ പമ്പുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇനി മറ്റൊരു ടെക്നോളജിയാണ് ആക്റ്റീവ് ഫിൻ സ്റ്റെബിലൈസർ. കപ്പൽ ആടുന്നതും ചെരിഞ്ഞു പോകുന്നതും നിർത്താൻ സഹായിക്കുന്ന ഫിൻ അഥവാ ചിറക് പോലെയുള്ള ഭാഗങ്ങളാണിവ. ഇവ കപ്പലിൻ്റെ 2 വശങ്ങളിലാണ് ഉണ്ടാവുക. കൂടാതെ ഇതിനെ പല ഡയറക്ഷനുകളിലേക്കും മൂവ് ചെയ്യിക്കാനും സാധിക്കും. ഗൈറോ സിസ്റ്റം എന്നുപേരുള്ള ഒരു പ്രത്യേക സെൻസറാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. കപ്പൽ ചെരിയുമ്പോൾ ഈ ഗൈറോ സിസ്റ്റം ഒരു സിഗ്നൽ അയക്കും. എന്നിട്ട് ഇലക്ട്രിക് ഹൈഡ്രോളിക് ഉപയോഗിച്ച് ഈ ചിറകുകൾ അഥവാ ഫിന്നുകൾ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ചിറകുകൾക്ക് കപ്പലിൻ്റെ വേഗത കുറയുമ്പോൾ, അതായത് 10 നോട്ടിന് ഏകദേശം മണിക്കൂറിൽ 18 കിലോമീറ്റർ വേഗതയുടെ താഴെയാകുമ്പോൾ അത്ര നന്നായി പ്രവർത്തിക്കാൻ കഴിയാറില്ല. അതിനാൽ തന്നെ ഈ സിസ്റ്റം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് കപ്പൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഇനി തുറമുഖങ്ങളിൽ വെച്ച് കപ്പലിനെ ബാലൻസ് ചെയ്യാൻ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് ഒരു പ്രത്യേക സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. അവയെ ആൻറ്റി ഹീലിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. തുറമുഖങ്ങളിൽ ലോഡ് കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ കപ്പലിനെ നേരെ നിർത്തുക എന്നതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രധാന ജോലി. ഈ സമയങ്ങളിൽ കപ്പൽ ചെരിഞ്ഞു പോകാതെ ഇത് കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ പോർട്ടിൽ തിരമാലകൾ കൂടുതലാണെങ്കിൽ ഈ സിസ്റ്റം അത്ര എഫക്റ്റീവായി വർക്ക് ചെയ്യണം എന്നില്ല. ഈ ആൻറ്റി ഹീലിംഗ് സിസ്റ്റം ഒരു ബാലൻസിങ് ട്രിക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. കപ്പൽ ചെറുതായി ചെരിയുന്നത് ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ സിസ്റ്റം അത് വേഗത്തിൽ മനസ്സിലാക്കുകയും പ്രത്യേക പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് മൂവ് ചെയ്യിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ മെക്കാനിസമാണ് കപ്പലിനെ നേരെ നിർത്താൻ സഹായിക്കുന്നത്. കൂടാതെ ഇത് കൃത്യമായി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ആൻറ്റി ഹീലിംഗ് സിസ്റ്റത്തിന് ചില പ്രധാന ഭാഗങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെയിൻ കൺട്രോൾ പാനൽ. കപ്പലിലെ ക്രൂവിന് ഇതുപയോഗിച്ച് സിസ്റ്റം പരിശോധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. മറ്റൊന്നാണ് പമ്പ് സ്റ്റാർട്ട് പാനൽ. ഇത് വാട്ടർ മൂവിംഗ് പ്രോസസ്സ് തുടങ്ങാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിനെ ഓട്ടോമാറ്റിക്കായും മാനുവലിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇനി കപ്പലുകളുടെ ഓവറോൾ ബാലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കപ്പലുകൾക്കും പ്രത്യേക ബാലൻസ് പോയിന്റുകൾ ഉണ്ടായിരിക്കും. കപ്പൽ എത്രത്തോളം സ്റ്റഡിയാണെന്ന് തീരുമാനിക്കുന്നത് ഈ പോയിന്റുകളാണ്. ഈ ബാലൻസ് പോയിന്റുകൾ കപ്പലിനെ കടലിലെ ഏത് മോശം കാലാവസ്ഥയെയും നേരിടാൻ സഹായിക്കുന്നു. കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് എപ്പോഴും ഈ ബാലൻസ് പോയിന്റുകൾ പരിശോധിക്കാറുണ്ട്. ഈ ബാലൻസ് പോയിന്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകളോ തകരാറുകളോ സംഭവിച്ചാൽ അത് കപ്പൽ മുങ്ങിപ്പോകാൻ വരെ കാരണമായേക്കാം. ഏതായാലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വലിയ കൂറ്റൻ തിരമാലകളിലും മുങ്ങാതെ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.